ഇതാണ് നമ്മൾ. ഇന്ന് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ആക്കാണ്. ഇങ്ങോട്ടാണെങ്കിലും 60 odd miles from a plan. ആതിരപ്പള്ളി. നമ്മൾ രണ്ടുപേരും ഒരുമിച്ചിട്ട് ഇതുവരെ ആതിരപ്പള്ളി പോയിട്ടില്ല. ബേസിക്കലി നമ്മൾ വേറെ വേറെ ഇഷ്ടംപോലെ പ്രാവശ്യം പോയിട്ടുള്ള സ്ഥലവും ഒരുമിച്ച് ഇതുവരെ പോവാത്തതായിട്ടുള്ള സ്ഥലവുമാണ്. സോ ഇന്നത്തെ വ്ളോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആതിരപ്പള്ളി വ്ളോഗ്. കം ഓൺ, പോവാം. How many yesterdays are between us now? How many yesterdays are between us now? Carried it all. ലിപ്സ്റ്റിക് ഇടാൻ അറിയാത്തവർ ഒരിക്കലും ട്രൈ ചെയ്തതാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം ആണോ? എന്നാലും എനിക്ക് നോക്കിയാൽ ഇവിടെ ഇന്ന് തുടച്ച് മെനക്കും തന്നതുകൊണ്ട് ഇങ്ങനെ കിടക്കുന്നത്. ഇവിടെ ആദ്യം കാണണമായിരുന്നു. ലിപ്സ്റ്റിക് അല്ലായിരുന്നല്ലേ ഹനുമാന്റെ ഒന്നും പറയല്ല. ആക്ച്വലി ഒരു ലിബാമ് പോലത്തൊരു സാധനം, ഗ്ലോ ഉള്ളൊരു സാധനമാണ് ലിബാമിന്റെ ഒരു പിങ്ക് ഷെയ്ഡ് ഉള്ളത്. പക്ഷെ കറക്റ്റ് പറഞ്ഞാൽ ലിപ്സ്റ്റിക് പോലെ ഉള്ളത്. ഇട്ട് കഴിഞ്ഞ് കുറച്ചു നേരം അത് തുടച്ചാണ്. ഞാൻ എന്റെ ഇവിടെ ഒക്കെ ആയി. എന്നിട്ട് എന്തായി ഞാൻ എന്തൊക്കെ പീഡിപ്പിക്കാൻ നോക്കില്ല. അവിടെ ഇവിടെ പിന്നെ ഞാൻ തുടച്ചു. പക്ഷെ ഇപ്പോൾ തുടച്ചിട്ടൊക്കെ പോകാം. സാധനം നല്ല സാധനം തോന്നുന്നു, നല്ലൊരു സാധനമാണ് തോന്നുന്നു. പിന്നെ പോകുന്ന വഴി നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ ഒട്ടുമിക്ക ആളുകളും എന്തായാലും എന്റെ ദിവസം ഒട്ടുമിക്ക ആളുകളൊക്കെ ആതിരപ്പള്ളി കണ്ടിട്ടുള്ളവരാണ്. എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്നാലും ഞാൻ ഒരു പലതവണ ആയിട്ട് എന്തായാലും ഒരു 10-20 വർഷത്തെ എന്തായാലും, കാരണം നമ്മൾ ഒട്ടുമിക്ക സ്ഥലം നല്ല കറങ്ങാനായിട്ട് പോകുമ്പോൾ നമ്മൾ ചൂസ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ആതിരപ്പള്ളി. സോ പക്ഷെ ഇതിലെ മെയിൻ ഹൈലൈറ്റ് എന്താണെന്നറിയോ, നമ്മൾ എത്ര തവണ പോയാലും ഈ പോണ റൂട്ടിലെ ഓരോ ക്ലൈമറ്റ് അല്ലെങ്കിൽ പോണ റൂട്ടിലെ ഓരോ മൂവ്മെന്റ്സ് ഓരോ തവണകളിലും ഡിഫറെന്റ് ആണ് നമുക്ക് തരുന്നത്. അതല്ല, ചെറിയൊരു ചാറ്റൽ മഴയുണ്ട്, അതിന്റെ ഒരു വൈബ് വേറെ തന്നെയാണ് മക്കളെ. ഇത് നമുക്ക് അറിഞ്ഞൂടാ, നമ്മൾ എത്തിയിട്ടില്ല, നമ്മളത് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ. അതായത് ജസ്റ്റ് മറ്റേ ജംഗ്ഷനൊക്കെ കഴിഞ്ഞിട്ട് മരങ്ങളൊക്കെ ഉള്ള റോഡിൽ കൂടി എൻ്റർ ചെയ്തിട്ടേ ഉള്ളൂ. ഈ അങ്ങനത്തെ കാണാൻ നമ്മുടെ ശരിക്കും കാണാനിരിക്കുന്നത് കേട്ടോ. ഈ ഒരു ക്ലൈമറ്റില് എന്തുകൊണ്ടും ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് പോകാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഓക്കെ, ബൈ. Spending the night in Dixon. കാടും മലയും പച്ചപ്പും മഴയും. ഓ മൈ ഗോഡ്, നൈസ് സെറ്റ്. ഇതൊക്കെയാണ് നമ്മൾ ലൈഫിൽ എൻജോയ് ചെയ്യേണ്ടത്. അല്ലാണ്ട് ചുമ്മാ പൈസ സേവ് ചെയ്തിട്ടോ പൈസ ഉണ്ടാക്കുന്ന ആൾക്കാരോടാ പറയും. ഒരു മറ്റേതെടുത്തിട്ടാ ഏതാ എന്താ പറ, ഈ മറ്റേ സംഭവം ചെയ്യാൻ സംഭവം തൊഴിച്ചു പറയൂ. ഓക്കെ നമ്മൾ പിന്നെ ചിലർക്കൊരു ധാരണ, എപ്പോഴും പോണ സ്ഥലത്തേക്ക് ഇങ്ങനെ ചായ അടിച്ചാലോ, ഇത് നമുക്കൊരു ചായ അടിക്കുന്ന സ്പോട്ട് കിട്ടുന്നത് കഴിച്ചു. അവിടെ എന്താണ് നമുക്ക് ചായ അടിക്കാം. ഒരു വൈബല്ലേ, ചായ കഴിച്ചിട്ടൊന്നുമല്ല, നല്ലൊരു വൈബ്, നല്ല സ്ഥലമാണല്ലോ. ഇത് ചെടിന്റെ ഉള്ളിൽ കൊണ്ടുപോകണം ഓർക്കണ് ഗൈസ്. നമ്മളിപ്പോ പെട്ടാണ്, പക്ഷെ നമ്മൾ രണ്ടുപേരായതുകൊണ്ട് പെടാനുള്ള സാധ്യത കുറവാണ്. പെടാനായിട്ട് ഇങ്ങനെ അറ്റത്തോട്ട് വരും, എങ്കിലും പടച്ച ഞങ്ങളെ പിടിക്കാറില്ല. ഇതെന്തായാലും ചായ അടിക്കാം. ഓക്കെ, ഞാൻ എടുത്തരാം. ഒരു മിനിറ്റ്, ഞാനൊന്ന് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഒരു കാര്യം ഞാനിന്ന് പറഞ്ഞു വരികയായിരുന്നു, അതൊന്ന് കംപ്ലീറ്റ് ഫസ്റ്റ്. ഗൈസ്, അതായത് നമ്മളിപ്പോൾ പലരും പറയാറുണ്ട്
ഒരു സ്ഥലത്തേക്ക് കുറെ പ്രാവശ്യം പോകുമ്പോൾ എന്ത് ഹാപ്പിനെസ് ആണ് കിട്ടുക, അല്ലെങ്കിൽ എന്താണ് കാണാനുള്ളത്, നമ്മൾ കാണുക എന്നതിലുപരി നമ്മുടെ മനസ്സിന് അതെ നമ്മുടെ മനസ്സ് വേണമെങ്കിൽ നീ കൂടി കൊടുത്തോളൂ, ഒരു ഡിബേറ്റ് ആയിട്ട് നമുക്ക് നടത്താം. അപ്പം നമുക്ക് ഈ ഒരു കിട്ടുന്ന ഇതിലൂടെ നമ്മുടെ മനസ്സ് കുറച്ച് റിലാക്സ് ആവുക, സ്ട്രെസ് ഒക്കെ ഒന്ന് ഒഴിഞ്ഞു മാറുക. അതൊക്കെയാണ് നമ്മുടെ മെയിൻ. ഞാൻ ക്യാമറയുടെ ഉള്ളിൽ കയറി അപ്പൊ അങ്ങനെയൊക്കെയാണ് നമ്മുടെ മെയിൻ. അപ്പൊ നിനക്ക് എന്താ തോന്നുന്നത് ഈ ഒരു യാത്രയിൽ? നിനക്ക് എന്താ തോന്നുന്നത്? ഞാൻ ആക്ച്വലി ബിസിനസിന്റെ ഒരു കാര്യമായിട്ട് ഇന്നലെ അവൾക്കറിയാം നല്ലൊരു സ്ട്രെസ്സിലായിരുന്നു. ഭയങ്കര ഒരു ടെൻഷനിലൊക്കെ ആയിരുന്നു. പിന്നെ ഇന്നലെ എനിക്ക് തീരെ വയ്യ. പനി ഇങ്ങനെ തൊട്ട് വിളിച്ചു ഈ ഒരു ട്രിപ്പിന് വേണ്ടി. അതെ, അല്ലാതെ ഞാൻ പേടിച്ചു പോയി. പക്ഷെ ക്യാമറ നമ്മുടെ രണ്ടുപേരുടെ ഡ്രസ്സ് കൊള്ളാല്ലേ, ക്യാമറ ട്രയൽ ചൂടോടെ. അപ്പൊ എന്താ പറഞ്ഞ നല്ലൊരു ചാറ്റൽ മഴ, നല്ലൊരു തോന്നുന്നുണ്ടോ? നീ ഇതിന്റെ അടുത്തുള്ളതല്ലേ, അത് നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇങ്ങനെ എടുക്കേണ്ട ആവശ്യമില്ല, സെപ്പറേറ്റ് വീട് എടുക്കണ്ടേ. നീ ഇത് പറ, നീ ഒന്നാമത് ഈ അതിരപ്പള്ളിന്റെ അടുത്താണ് നിന്റെ വീട്. നീ കുറെ പ്രാവശ്യം എന്തായാലും പോയിട്ടുണ്ടാവും വീടിന്റെ അടുത്താണ്, എന്നിട്ടും നിനക്ക് പോകാനൊരു ത്വര വരുന്നില്ലേ? പിന്നെന്താ അല്ലേ? അതാണ് ഞാൻ ബേസിക്കലി പറഞ്ഞതാണ്. നമ്മള് ഒരു പ്രാവശ്യം വന്നതാണ് അല്ലെങ്കിൽ കുറെ പ്രാവശ്യം വന്നാണെന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് അതെന്താണെന്നറിയോ, ഒന്നാമത് ഇപ്പൊ നമ്മൾ ചില ആളുകളെ ഒരുപാട് വർഷം പോയ സ്ഥലമാണ്, ബോറടിക്കും. ഒരാളുടെ ഇന്നിപ്പോ ഇന്ന് പോകുന്ന ഒരാളുടെ കൂടെ ആയിരിക്കില്ല നമുക്ക് നാളെ പോവാന്നുള്ളത്. ഇപ്പൊ ഞാൻ എന്റെ അനിയന്റെ കൂടെ വരുമ്പോ എനിക്ക് വേറെ വൈബാണ്. പക്ഷെ ഞാൻ കാണിട്ടില്ല. അപ്പൊ ആദ്യമായിട്ട് പോകുമ്പോ അനിയന്മാരോട് പോകുമ്പോ പോയി കണ്ടു വന്നു, അതിൽ വലിയൊരു ഇതൊന്നും ഉണ്ടാകുന്നത് ഒരു ഫാമിലി ട്രിപ്പ് പോലെ. പക്ഷെ ഞങ്ങൾ തമ്മിലുള്ള ബോണ്ടിങ് അത് വേറെയാണ്. ഇപ്പോഴത്തെ വേറെ പോകുമ്പോ അതിൻ്റെതായ ഒരു ത്രില്ലും അഡ്വഞ്ചറൊക്കെ ഉണ്ടാവും. നമുക്ക് നോ എന്ന് പറയുന്ന ഓപ്ഷൻ ഇല്ല നമ്മുടെ ഇടയിൽ. ലൈക്ക് എടി അത് ചെയ്യാം, ഇനിയിപ്പോ എന്തെങ്കിലും ഞാൻ മരുന്നും കഴിച്ച് രാവിലെ എനിക്ക് വീണ്ടും മരുന്ന് ചാട്ടി പുറത്തിട്ട് ഇറങ്ങി. എനിക്ക് വരുന്നുണ്ടടി, എടാ ആരോടാ വരുന്നുണ്ടടി എന്നൊക്കെ ക്യാമറയോട്. ക്യാമറ എന്താ പെണ്ണാണത്? എന്തെങ്കിലാടാ നമ്മള് തമ്മില്, അതായത് നമുക്ക് ആണെങ്കിൽ കൂടിയും ചിലപ്പോ ഇവിടെ ഒറ്റക്ക് വന്നിട്ടുണ്ടെങ്കിൽ വലിയ വേണ്ടോന്ന് ചിന്തിക്കും. പക്ഷെ കൂടെ ഒരാളുള്ളപ്പോ നമ്മള് ചെയ്യാം, ആവശ്യത്തിലാണെങ്കിൽ നമ്മളത് ചെയ്യാം. ഈ ഒരു ടൈം എപ്പോഴും വരണമെന്നില്ല. ചൂടുള്ള സമയത്തും ഇനിയിപ്പോ ഇനി 7 വർഷം കാണാൻ കിട്ടുന്നല്ലേ. മാവേലിയുടെയാണ് ഇത്, മാവേലിയാണ് ആക്ച്വലി. അപ്പൊ ഇനി എപ്പോഴാണോ നീ ഒന്നാലല്ലേ പറ്റും. കണ്ട ഞാൻ വരണം, മനസ്സിലാണ്ട? അല്ലാതെ ഇവിടെ തനിക്ക് ലക്ഷദ്വീപ് പോകാൻ പറ്റുമോ? കേറ്റൂല്ലവര്. എന്നാലും നിനക്ക് എറണാകുളത്തേക്ക് നിങ്ങൾ വരാലോ. എറണാകുളം ദുബായി ഒന്നും അല്ലല്ലോ. ഓക്കെ, ഞങ്ങൾ നല്ല ചായ കുടിച്ചിട്ട് ഇറങ്ങട്ടെ. 2 മിനിറ്റ് ആയി ഇപ്പൊ തന്നെ. ഈ വ്ലോഗ് How many yesterdays are between us now? അങ്ങനെ നമ്മൾ ഡ്രൈവ് ചെയ്ത് അതിരപ്പള്ളി എത്തിയിട്ടുണ്ട്. പക്ഷെ നമ്മൾ സേഫ് ആയിട്ട് റെയിൻ കോട്ട് ഇടുന്നതാണ് നമുക്ക് നല്ലത്. എന്റെ കൂടെ ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ ഇവിടെ, വയലറ്റ് ഡ്രസ്സും വയലറ്റ് റെയിൻ കോട്ടും. ഗൈസ് ഇങ്ങോട്ടേക്ക് വരൂ, ക്യാമറയിൽ വരണം, ഇങ്ങോട്ട് വരണം. ഇപ്പൊ നമ്മൾ വയലറ്റും യെല്ലോയും ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട് ഗൈസ്. എന്നാൽ നമുക്ക് അകത്ത് പോവാം അല്ലേ? Come on. As we go, a line at a time. ഗൈസ് ഈ പ്രശ്നങ്ങളും പ്രോബ്ലങ്ങളും നമ്മൾ എത്രത്തോളം നമ്മളെ വേണ്ട, നമ്മളെ വിട്ടു പോകൂ എന്നൊക്കെ പറഞ്ഞാലും ഈ ടാസ്കുകൾ നമ്മൾ തേടി തന്നെ വരും. ഈ വീഡിയോ ഇടുമ്പോ തന്നെ ഞാൻ തുടക്കത്തില് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആ ഒരു സംഭവം. ഇപ്പോഴും എഗെയിൻ ഞങ്ങൾക്ക് GP വർക്ക് ആവണില്ലേ ഗൈസ്. അവിടെ GP വർക്കാണിത് മാത്രമല്ല, കയ്യിൽ 10 പൈസ ഇല്ല. 10 രൂപ ഉണ്ട്, പക്ഷെ അത് പോരാ നമുക്ക്, മനസ്സിലാണ്ട്. എന്നാൽ നമ്മൾ കുറച്ചു നേരം കുറച്ച് ഗേൾസിന്റെ അടുത്ത് ചോദിച്ചു, നിങ്ങൾക്ക് ഞങ്ങൾ GP ചെയ്തു തരാം, ഞങ്ങൾക്ക് തരുമെന്ന് പറഞ്ഞു. അവിടെ പറഞ്ഞ നെറ്റില്ല ഗൈസ്, നെറ്റില്ല. നെറ്റ് കിട്ടിച്ച് ഇതാക്കുമ്പോഴത്തേക്ക് അവിടെ പൈസ ഇല്ല. ആ പൈസ പോലും ഇല്ലാണ്ടാണോ എനിക്ക് നെറ്റ് പോലും ഇല്ല, എനിക്ക് സെൻഡ് ആവാനായിട്ട് നെറ്റ് പോലും ഇല്ല. ഇതുകൊണ്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളെ ചെയ്തിടാം. ഇങ്ങനെയാണ് നമ്മുടെ ജീവിതം. ആ പൈസ പോലും ഇല്ലാണ്ടാണോ ട്രിപ്പ് പോയത്? ഇന്നലെ ഏതോ ഒരു ചോയ്സ് ഇതുപോലെ എടുത്തു വെച്ചത് ഓർമ്മയുണ്ട? അതെ, കറക്റ്റായി.
എന്തോ ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ലൈഫ്. എന്നാലും നമ്മൾ തളരില്ല. നമ്മൾ അടുത്ത വഴി തേടി വരാൻ ബാക്കിയില്ല. അതെ അതെ ഇങ്ങനെ ഫേസ് ചെയ്ത് ഇങ്ങനെ ഓരോരോ നയിക്കാട്ടെ. അപ്പൊ നമ്മള് കേറാൻ പറ്റുമോ? കേറാൻ പറ്റും. ഇത്രയും ഓടി വന്ന് അവിടാണ് ആതിരപ്പള്ളി. നമ്മൾ ഇത്രയും ഓടി വന്നു, പക്ഷെ നമുക്ക് കേറാൻ പറ്റില്ല. ബിക്കോസ് ഓഫ് സം ഇഷ്യൂസ്. എന്തെന്ന് അറിഞ്ഞൂടാ. എനിക്ക് ഇന്നലെ മുതൽ എന്റെ നെറ്റ് ഭയങ്കര സ്ലോവാണ്. ഞാൻ വിചാരിച്ചു അവിടെ ഉള്ളത് കൊണ്ട് മാത്രമാണ് കിട്ടാത്തത്. ഇവിടെയും കിട്ടണില്ല. എനിക്ക് ഒന്നും കിട്ടുന്നില്ല ഗൈസ്. എങ്ങനെ നമ്മൾ തരണം ചെയ്യുന്നു, എങ്ങനെ നമ്മൾ ഫേസ് ചെയ്യുന്നു, എങ്ങനെ ഉണ്ടാവും ജീവിതത്തിൽ പതറാത്ത ഉരുക്ക് വരിക. പതറില്ല ഞാൻ, പതറില്ല. പതറിയാൽ നമ്മൾ നമ്മളല്ല അല്ലാണ്ടാവും. അത് രാമൻകുട്ടിയല്ലേ ആയിരിക്കും. അല്ല രാമൻകുട്ടിയല്ലേ ആയിരിക്കും. Is it too late to learn to listen? Too late to be less a man? How many yesterdays are between us now? How many yesterdays are between us now? ആതിരപ്പള്ളിനുള്ളിലോട്ട് എൻ്റർ ചെയ്തിരിക്കുകയാണ്. ബിക്കോസ് ഓഫ് ഒരു മാലാഖ. സ്ട്രഗിളൊക്കെ കഴിഞ്ഞു. ഒരു മാലാഖ പോലത്തെ ഒരു യുക്തിയായിരുന്നു ഗൈസ്. ആള് പിന്നെ അവ നമ്മൾ മെയിനായിട്ട് പറയണ്ട. അതെ, ചില ആളുകൾ നമ്മളെ രക്ഷിക്കാൻ വരുന്നത് പറയില്ല. അതുപോലെ കുറെ ആൾക്കാരുടെ ചേച്ചി ഫീൽ കേട്ടോ. പക്ഷെ ഇവിടെ നെറ്റ് ഇല്ല എന്ന് ആൾക്ക് അറിയാവുന്നതുകൊണ്ട് ആൾക്ക് താഴ്ന്നു വേണ്ടിയിട്ടാലും ആള് ഞങ്ങളടുത്ത് പൈസ വന്നു നമ്പർ മാത്രം മേടിച്ച് പിന്നെ ചെയ്താൽ മതി, നെറ്റ് കിട്ടുമ്പോൾ ചെയ്താൽ മതി പറഞ്ഞാൽ ആൾ പോവുകയും ചെയ്യും. പക്ഷെ ചില മനുഷ്യർ അങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതിന് ചോദിച്ചു. പക്ഷെ ഇറങ്ങിയ ശേഷം നെറ്റ് കിട്ടിയ ശേഷം പുള്ളിക്കാരന് അതെ എന്തായാലും പൈസ അയച്ച് മെസ്സേജ് അയച്ച് താങ്ക്സ് പറഞ്ഞു. അപ്പൊ ഇതാണ് നമ്മൾ ലൈഫിൽ സ്ട്രഗിൾ ചെയ്യണമെങ്കിൽ നമുക്ക് തിരിച്ചു പോവായിരുന്നു. പൈസ ഇല്ല അതില്ല എന്നൊക്കെ പറഞ്ഞ് പോവാം. പക്ഷെ ഞാൻ റെഡി ടു ഫേസ് ഇറ്റ്. അതുകൊണ്ട് എന്താ ഞാൻ തരണം ചെയ്തിലൊക്കെ ഉണ്ടാവും. ഇതൊരു കുഞ്ഞു പ്രശ്നമാണ് കേട്ടോ. ഇതൊരു ചെറിയ പ്രശ്നമാണ്. ഇതുപോലെ ആയിരിക്കണം നമ്മൾ ഓരോരുത്തരും നമ്മുടെ ലൈഫിൽ ഫേസ് ചെയ്യേണ്ടത് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നടന്നോളൂ പറഞ്ഞതേ ഉള്ളൂ. കറന്റ് നടന്നതാണ്. അതാണ് ഞാൻ ബാഡി വെച്ച് മോണിൽ കൂടെ നടന്നു. പേഴ്സിൽ നല്ലൊരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലോ. അങ്ങനെ സിനിമാറ്റിക് മോഡ് ഇട്ടതുകൊണ്ടാണ് ഔട്ടർ ലെയറിനൊക്കെ നിങ്ങൾക്ക് ക്ലാരിറ്റി ഇല്ലാതെ ഞാൻ നോർമൽ വീഡിയോ എടുക്കാം. How many yesterdays are between us now? ഇത് കൂടി നടക്കുമ്പോൾ കുഴപ്പമില്ല, തിരിച്ച് കയറുമ്പോഴുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ മെയിൻ പ്രശ്നം. Yesterdays are between us now. Spending the night in Dixon, 60-odd miles from a plan. Is it too late to learn to listen? നമ്മൾ എവിടെയാണ് നോക്കൂ. Too late to be less of a man. ഈ കഴിവ് How many
നമുക്കെന്തായാലും താഴത്തെ വഴി എന്നാലും ഇതിനെക്കാളും താഴെ പോയാലും നല്ല കുറച്ചും കൂടി അടിപൊളി വൈബായിരിക്കും. ബിക്കോസ് അതിന്റെ ചാട്ടം ഞാൻ വീട് എടുത്തില്ല, ചാട്ടം കൂടെ എടുത്തു തരാം. എനിക്ക് ഇതിന്റെ ചാട്ടം ഇവിടെ നിന്ന് ഇവിടുന്ന് കിട്ടണത് എടുക്കട്ടെ. അതിന് അങ്ങനെയല്ല, അവിടെ നിന്ന് കിട്ടണത്. അപ്പം നമുക്ക് എന്തായാലും ഇവിടുന്ന് കിട്ടണ ഇത് നമുക്ക് നോക്കാം. ഓക്കെ, carried it all. Cobbling miles as we go, a line at a time, or a sad swan song, offering up purple prose. And I'd find you if I could, invite you to the final act. But I think it's understood nothing good can come of that. How many yesterdays are between us now? How many yesterdays are between us now? How many yesterdays are between us now? Spending the night in Dixon, 60-odd miles from a plan. Is it too late to learn to listen? Too late to be less a man? How many എന്തൊക്കെ പറഞ്ഞാലും ബ്ലഡ് കുറവില്ലായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിടക്കും. സ്റ്റെയർ കയറുമ്പം ഇറങ്ങുമ്പോ നല്ല സുഖമാ, പക്ഷേ കയറുമ്പോ ബേസിക്കലി ഇറ്റ്സ് എ ബിഗ്ഗസ്റ്റ് ടാസ്ക് വെൻ നമ്മൾ അതിരപ്പള്ളി മീറ്റ് ചെയ്യുമ്പോൾ കാണുമ്പോൾ. ഇതോടെ കഴിഞ്ഞു. എപ്പോഴും വന്നു പോകുന്ന ഷോപ്പിലേക്കാണ് നമ്മൾ എപ്പോഴേലൊക്കെ വരുന്നേ. അപ്പൊ അതിരപ്പള്ളി വിശേഷങ്ങൾ ബേസിക്കലി ഇത്രയും. ഇനി നമ്മൾ വീട്ടിൽ പോകുന്നു, സൈഡിൽ നിന്ന് വീട്ടിൽ പോകുന്നു, അത്രേ ഉള്ളൂ. carried it all? Cobbling miles as we go, a line at a time, or a sad swan song, offering up. നമുക്ക് ഉച്ചക്കത്തെ ഭക്ഷണം നമുക്ക് സ്കിപ്പ് ചെയ്ത് വന്നത് കൊണ്ട് ചെറുതായിട്ട് ചായ, പഴംപൊരി, ബ്രെഡ് പൊരിച്ചത്,
എന്നാ കപ്പ ബിരിയാണി അല്ല, കപ്പ ബിരിയാണി അല്ലല്ലോ ഇത്, കപ്പ വിത്ത് ബീഫ് കഴിച്ചപ്പോൾ വാവ് ലാവിഷ്, വയറ് സോ ഹാപ്പിനെസ് മൂഡിലാണ് വയറിപ്പുള്ളത്. നമ്മൾ ഓൾസോ ഹാപ്പിനെസ് മൂഡാണ് ബിക്കോസ് ഓഫ് നല്ല അടിപൊളി ക്യാമറയാണോ എന്താ അല്ലല്ല ഫ്രണ്ട് ക്യാമറ. ഞാൻ എന്നെ കാണിച്ചോണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്, അണ്ടർസ്റ്റാൻഡ്. അപ്പം ടോട്ടലി ബേസിക്കലി മൊത്തത്തിലി അടിപൊളി തെയ്യായിരുന്നു. ഓക്കെ ബാക്ക് ക്യാമറയും കൂടെ. പിന്നെ ഒരു കാര്യം പറയാൻ പറ്റും, ഇവിടെ ഫുൾ റംബൂട്ടാൻ കണ്ടോ, പോണ വഴിയിൽ ഫുള്ള് റംബൂട്ടാൻ, പറിക്കാൻ ഒരു ഓപ്ഷൻ ഇല്ല. എന്തടി ഇത് കാണിക്കാൻ പറ്റില്ലേ? ഞാൻ പറഞ്ഞു തീർത്തടി മരമേ പറയണേ. ആ അപ്പൊ റംബൂട്ടാനാണ് കൈ ഫുള്ള് നമുക്ക് പറിക്കാനൊക്കെ തോന്നും, പക്ഷെ നമുക്ക് പറിക്കാൻ പറ്റത്തില്ല. അവർ ഫുൾ വലയിട്ട് മറച്ച് ഒളിപ്പിച്ച് വെച്ചിരിക്കണം. എന്നിട്ട് അതിന്റെ പുറത്ത് കൂടി റെഡ് കളർ കാണുമ്പോ ഒരു സങ്കടം. കൈസ് പറിക്കാനും പറ്റുന്നില്ല, തിന്നാനും പറ്റുന്നില്ല, ഓൾവേസ് വിടും. But I think it's understood nothing good can come of that. How many കാടുകളിലൂടെ പോകുമ്പോൾ നമുക്ക് ചിലപ്പോ തോന്നാം, എന്ത് ഇരിക്കാൻ തോന്നാം, ചിലപ്പോ നിൽക്കാൻ തോന്നാം, ചിലപ്പോ നമുക്ക് കിടന്ന് ഉറങ്ങാൻ വരെ തോന്നാം. പക്ഷെ നമ്മൾ ചെയ്യാൻ പാടില്ല. ബിക്കോസ് ദ കൊട്ടേഷൻ ഫ്രണ്ട് നോക്കിയാൽ മതി, ഇങ്ങോട്ട് നോക്കല്ല. കൊട്ടേഷൻ എന്താ ബോർഡ് ഈസ് ഹിയർ. എന്താന്ന് വെച്ചാല് മുന്നറിയിപ്പ്. കാട്ടാനയുടെ ശല്യമാണോ നിക്കലാണോ എന്താന്നറിയാം. ചിലപ്പോ എന്തുമാവാം. കാട്ടാനയുടെ ഇതുള്ളത് കൊണ്ട് ഇവിടെ നിൽക്കാൻ പാടില്ല എന്ന് പറയുന്നത് കൊണ്ട് നമ്മൾ ഇവിടെ നിൽക്കാൻ പാടില്ല. ഓക്കെ, അണ്ടർസ്റ്റാൻഡ്. ചിലപ്പോ കാട്ടാന അയ്യോ പറ്റാനല്ലേ, ഇത് നമ്മുടെ ഭൂമിയിലെ മൃഗമല്ലാത്ത ആനയാണത്. ആന വേണ്ടി അതോ എന്തൊക്കെ പറഞ്ഞാൽ നല്ല രസമുള്ള ആ കാട്ടാനയുടെ ബോർഡ് കാണിച്ചത് കണ്ടാ.